അലൈക്കും വറഹ്മത്തുള്ള. സൗകര്യപൂർവ്വവും സുരക്ഷിതവുമായ സഞ്ചാര സൗകര്യം മഹത്തായ ദൈവാനുഗ്രഹമാണെന്ന് വിശുദ്ധ വേദഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ജനതയുടെ സാമൂഹികവും സാമ്പത്തികവും വൈജ്ഞാനികവും നാഗരികവുമായ വളർച്ചയിൽ, അങ്ങനെ രാഷ്ട്രീയവും തുടങ്ങി നാനാതുറത്തിലുള്ള വളർച്ചയിൽ സുഗമമായ യാത്രാ സംവിധാനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യാത്രാമാർഗങ്ങളും അതിലുള്ള സഞ്ചാര സംവിധാനങ്ങളും ദൈവാനുഗ്രഹമായി എണ്ണപ്പെട്ടത്. 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയിലെ ഖുറൈശികളുടെ ജീവിതം ഇതിന് ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തു. കഅബാലയത്തിൻ്റെ പരിചാരകരും ഹാജിമാരുടെ സേവകരും എന്ന പദവി ഖുറൈശികൾക്ക് മറ്റുള്ള ആളുകൾക്കിടയിൽ വലിയ ആദരവ് നേടിക്കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട് വലിയ സൗകര്യങ്ങൾ ലഭ്യമായി. അവർക്ക് തെക്ക് യമനിലേക്കും സിറിയയിലേക്കും അങ്ങനെ ബാഗ്ദാദിലേക്കും തുടങ്ങി അറേബ്യയുടെ നാനാഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുവാൻ ബൃഹത്തായ പാതകൾ നിർമ്മിക്കുവാനുള്ള വഴികൾ തുറക്കപ്പെടുകയാണ്. അങ്ങനെ അവർ യഥേഷ്ടം ഇറാഖിലേക്കും ഇറാനിലേക്കും ബാഗ്ദാദിലേക്കും പല ഭാഗങ്ങളിലേക്കും പുറം നാടുകളിലേക്കുമൊക്കെ അവരുടെ കച്ചവട ആവശ്യങ്ങൾക്കും അവരുടെ തന്നെ വ്യാപാര ആവശ്യങ്ങൾക്കുമൊക്കെ യാത്ര ചെയ്തു. ക്രമേണ മക്ക ഖുറൈശികളാൽ ഒരു വ്യാപാര കേന്ദ്രമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് അറേബ്യയുടെ യാത്രാമാർഗങ്ങളിൽ കൊള്ളയും കവർച്ചയും പതിവായിരുന്നു. പക്ഷേ ഖുറൈശികൾ എപ്പോഴും രാത്രിയിൽ സുരക്ഷിതരായിരുന്നു എന്നുള്ള, അവരെ ആരും കൊള്ളയടിച്ചില്ല. ഇസ്ലാമിൻ്റെ ക്ഷേമരാഷ്ട്ര സങ്കല്പം സബലീകരിക്കപ്പെടുന്നതിൻ്റെ അടയാളങ്ങളിൽ ഒന്നായി സ്വാതന്ത്ര്യവും നിർഭയവുമായ യാത്രയെ പ്രവാചകൻ എടുത്തു കാണിക്കുന്നുണ്ട്. കൊടിയ പീഡനം സഹിക്കവയ്യാതെ അസ്വസ്ഥരായി വന്ന അനുയായികളോട് ദൈവിക ദർശനത്തിൻ്റെ വിജയവും ക്ഷേമരാഷ്ട്രത്തിൻ്റെ പുലർച്ചയും സ്വതന്ത്രവും നിർഭയവുമായ യാത്രയിലൂടെ അനുഭവിച്ചറിയാനാകുമെന്ന് പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. സൻആ മുതൽ ഹലർ മൗത്ത് വരെ ഏതൊരു മനുഷ്യനും നിർഭയമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം പുലരുമെന്ന പ്രഖ്യാപനം, ആ ഒരു പ്രത്യാശയുടെ വർത്തമാനം പ്രവാചകൻ തൻ്റെ അനുചരന്മാരോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാമിൻ്റെ സവിശേഷമായ ജീവിത വീക്ഷണത്തിൽ നിന്നാണ് അതിൻ്റെ രാഷ്ട്രസങ്കല്പം രൂപപ്പെടുന്നത്. ഗതകാല മുസ്ലിം സമൂഹങ്ങളുടെ ചരിത്രശേഷിപ്പുകളിലൂടെ യാത്ര ചെയ്താൽ നമുക്കത് മനസ്സിലാകും. അവരുടെ നാഗരികത ഇസ്ലാമിക ദർശനത്തിൻ്റെ സവിശേഷതകളെ ഉൾച്ചേർത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസവും സംസ്കാരവും ആത്മീയ കേന്ദ്രങ്ങളിലും ആരാധനാ കർമ്മങ്ങളിലും മാത്രമല്ല, കച്ചവടത്തിലും കൃഷിയിലും കളിക്കളങ്ങളിലും എല്ലാ മേഖലകളിലും വീടുകളിലും അത് പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സ്ഥാപിച്ച മദീനയും പിന്നീട് വളർന്നു വന്ന ബാഗ്ദാദും ദമസ്കസും കൊർദോവയും ഒക്കെ ഇതുപോലെയുള്ള നാഗരികതയുടെ സാക്ഷ്യങ്ങളാണ്. എന്തുകൊണ്ടായിരിക്കും ഇസ്ലാമിൻ്റെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൻ്റെ സബലീകരണത്തിൻ്റെ അടയാളമായി സുരക്ഷിതവും നിർഭയവുമായ യാത്രയെക്കുറിച്ച് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക? അക്കാലത്ത് 5 നാൾ ദൈർഘ്യമുള്ള യാത്രയായിരുന്നു സൻആയിനും ഹലറുൽ മൗത്തിനും ഇടയിലുണ്ടായിരുന്നത്. ഒട്ടും സുരക്ഷിതമായിരുന്നില്ല വഴി. അക്രമികളുടെ കവർച്ചയിൽ നിന്ന് നിർഭയമായോ അല്ലെങ്കിൽ ഗോത്രമുഖ്യന്മാരുടെയും ഒക്കെ ഗുണ്ടാപിരിവുകളിൽ നിന്നും അവരുടെ ഒരു കരംപിരിവിൽ നിന്നൊക്കെ സ്വതന്ത്രമായിട്ടോ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നബിയുടെ വാക്കുകൾക്ക് പ്രസക്തി ഏറെയാണ്. ഇസ്ലാമിൻ്റെ വിജയവും ക്ഷേമരാഷ്ട്രത്തിൻ്റെ പിറവിയും പ്രവചിക്കവേ പ്രവാചകൻ സ്വതന്ത്രവും സുരക്ഷിതവുമായ യാത്രാ സൗകര്യത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പൊരുളെന്തായിരിക്കും? മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കും വിധം വഴികൾ വിൽപ്പനയ്ക്ക് വെക്കുകയും കരംപിരിവെന്ന പേരിൽ പകൽ കൊള്ളകൾക്കും നിയമപരത ലഭിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ജനം ചൂഷിതരും ഭീതിതരുമാവുകയാണ്. യാത്രികർ എവിടെയും കവർച്ചയ്ക്കും കൊലയ്ക്കുമൊക്കെ വിധേയമാക്കപ്പെടുന്ന സാമൂഹിക അന്തരീക്ഷമുണ്ടായിരിക്കുമ്പോൾ എങ്ങനെയാണ് നിർഭയമായൊരു സാമൂഹിക അവസ്ഥ രൂപപ്പെടുത്താൻ സാധ്യമാകുന്നത്? ഇസ്ലാമിൻ്റെ നഗര സംവിധാനത്തിൽ നിർബന്ധമായും പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങൾ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അതിൽ ശുദ്ധമായ കുടിവെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുക, സുഗമമായി സഞ്ചരിക്കാവുന്ന ചെറു റോഡുകളും വലിയ റോഡുകളും നിർമ്മിക്കുക എന്നിവ വളരെ പ്രാധാന്യപൂർവ്വം സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. വിശാലതയുള്ളതും അതുപോലെ നഗരപ്രാന്തങ്ങളെ പരസ്പരം ബന്ധിക്കുന്നതുമായിട്ടുള്ള റോഡുകൾ നിർമ്മിക്കുകയും നഗരമധ്യത്തിൽ എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിലുള്ള പള്ളികൾ പണിയണമെന്നും അവിടെ പറഞ്ഞു വെക്കുന്നു. പ്രദേശത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ കേന്ദ്രമായിരിക്കണം ആ പള്ളി എന്നുള്ളതാണ്. അതായിരുന്നു പ്രവാചകൻ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അടിത്തറ കുടിക്കുമ്പോൾ മസ്ജിദുൻ നബവി സ്ഥാപിതമാക്കുമ്പോൾ മദീനയിൽ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ നാഗരികതയുടെ തുടക്കത്തിന്
പ്രവാചകൻ്റെ പള്ളി തുടക്കമാകുന്നത് അങ്ങനെയാണ്. വഴിയരികിൽ ഇരിക്കുന്നതിനെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മനുഷ്യരുടെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് വഴിയരികിൽ ഇരിക്കരുതെന്ന് പ്രവാചകൻ തൻ്റെ അനുയായികളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ്, പ്രവാചകരെ, വഴിയരികിൽ ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കേണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നത്, വഴിയുടെ ലക്ഷ്യത്തെ അല്ലെങ്കിൽ വഴിയുടെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് നിങ്ങൾ ആ വഴിയിൽ ഇരിക്കരുത്. അപ്പോൾ എന്താണ് വഴിയുടെ അവകാശങ്ങളെന്ന് അനുചരന്മാർ തിരിച്ചു ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, വഴിയുടെ അവകാശങ്ങൾ എന്നത് സത്യത്തിനു നേർ കണ്ണു തുറക്കുകയും ഉപദ്രവങ്ങളെ തടയുകയും നിഷിദ്ധമായ കാഴ്ചകൾക്കു നേർ കണ്ണടക്കുകയും അഭിവാദ്യങ്ങൾക്ക് പ്രത്യഭിവാദ്യം ചെയ്യുകയും നന്മ കൽപ്പിക്കുകയും നിരന്തരമായി തിന്മ തടയുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ യാത്രകൾ, നമ്മൾ ഇടപെടുന്ന മേഖലകൾ, നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ യാത്രകൾ നിർണിതമാണ് എന്നുള്ളതാണ്. നമ്മളുടെ മുന്നോട്ട് പോകലുകളിൽ, നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ തൊഴിൽ തേടിയുള്ള അന്വേഷണങ്ങളിൽ, സംസ്കാരവും നാഗരികതയും സാമൂഹികപരതയും തേടിയുള്ള അന്വേഷണങ്ങളിൽ സൗകര്യവും സുരക്ഷിതവുമായ യാത്ര സുപ്രധാനമാണ്. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ആ തലങ്ങളെ നിയന്ത്രിക്കുന്ന അതിൻ്റെ ഭാഗധേയത്വങ്ങളെയുമൊക്കെ സൂക്ഷ്മമായ അടരുകളിലേക്ക് ഇറക്കി കൊണ്ടുവന്ന് ഇസ്ലാം അതിൻ്റെ കൃത്യമായ അധ്യാപനങ്ങൾ ഇസ്ലാമിക സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും മനുഷ്യ സമൂഹത്തിനും ഒന്നടങ്കം പഠിപ്പിക്കുകയാണ്.